നമ്മളിന്ന് കനകക്കുന്ന് കൊട്ടാരത്തിലേക്ക് വന്നിരിക്കുകയാണ്. ഇവിടുത്തെ കാഴ്ചകളെല്ലാം നമുക്ക് കാണാം. ഇത് സ്റ്റെപ്പ് കയറി പോകുന്ന സ്ഥലമാണ് അല്ലേ? സ്കൂളിൽ നിന്ന് കട്ട് ചെയ്ത് വരുന്നത്, കോളേജിൽ നിന്ന് കട്ട് ചെയ്ത് വരുന്നത് കുറേ കുട്ടികൾ ഇവിടെ വന്നിരിക്കുന്ന ഭാഗങ്ങളാണ് ഇവിടെ കനകക്കുന്ന്. വീട്ടിലെ അച്ഛനമ്മമാർക്കൊന്നും അറിയാൻ പറ്റത്തില്ല ഇവിടെ വന്ന് അവർ എന്താണ് ചെയ്യുന്നത്, ഏതാണ് ചെയ്യുന്നത് എന്നുള്ളത്. അവർ രാവിലെ ജോലിക്ക് പോകും, പിള്ളേർ ഇവിടെ വന്ന് വെറുതെ വേസ്റ്റായിട്ട് വന്നിരിക്കുന്ന പിള്ളേരുണ്ട്. ഇതാണ് കാണാറുള്ളത് കാണേണ്ട കനകക്കുന്ന് കൊട്ടാരം. അപ്പോൾ ഇവിടെ വലിയ ആളൊന്നുമില്ല. ഇതിലാണ് എടുക്കുന്നത് ദേശീയപതാക. നമുക്കിതിലെ പോയി കമുകൊക്കെ നിൽക്കുന്ന പോലെ ഇതാണ്. അതുവഴി നമുക്ക് കമുക് മലച്ച് ഇപ്പോൾ ഉണ്ട്. പാക്ക് നിൽക്കുന്ന പോലെയാണ് ഇരിക്കുന്നത്. എന്താണ് സാധനം? കമുക് കൊല പോലെ ഇരിക്കുന്നത്. അറിയാമെന്നുള്ളവർ കമൻറ്റ് ചെയ്യുക. ഇല്ലേ, പഴുത്തൊരു കൊലയും പഴുക്കാത്തൊരു കൊലയും നിൽക്കുന്നു. എല്ലാവരും പച്ചക്കൊലയും നിൽക്കുന്നു അല്ലേ? നല്ല പഴുത്തൊരു കൊലയും പഴുക്കാത്ത രണ്ട് അല്ലാതെയുള്ള ഇവിടെ ഒരു പട്ടി നിൽക്കുന്നുണ്ട്. ഒരു ബ്ലാക്ക് പട്ടി. ഈ മഴയൊക്കെ പെയ്തുകൊണ്ടാണെന്ന് തോന്നുന്നു ആരുമില്ല അല്ലേ? അല്ലെങ്കിൽ ഇഷ്ടംപോലെ ആൾക്കാർ ഇവിടെ വരും സമയം സ്പെൻഡ് ചെയ്യാൻ അല്ലേ? അതെ, ഇതിപ്പോൾ ആൾക്കാർ കുറവാണ്. ഇതുകൊണ്ട് ഒരു പനമര നിൽക്കുന്നുണ്ട്. പനങ്ങി നിൽക്കുന്നുണ്ടോ അതിനകത്ത്? പനങ്ങി നിൽക്കുന്നുണ്ടോ? പ്ലാവ് ഈ പ്ലാവ് നിറച്ചും ചക്ക കിടക്കുക. മഴയൊക്കെ ഇന്നലെ പെയ്ത കാരണം കൊണ്ട് ഇന്ന് ആൾക്കാർ കുറവാണ്. പിന്നെ ഇവിടെ ആരും അപൂർവം തെറ്റിയും കുറച്ചൊക്കെ ആൾക്കാരുള്ളൂ. ഒരു ഗാർഡൻ പോലെ ഇവിടെ കുറച്ച് ചെയ്തിട്ടുണ്ട്. നേരത്തെ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ഇവിടെ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും തന്നെ കാണുന്നില്ല. ഇത് ഫ്ലവർ ഷോ ഉള്ള സമയത്താണ് ഇവിടെ നിറച്ച് ചെടികളും ഇതൊക്കെ. പക്ഷേ ഇപ്പോൾ അത് കഴിഞ്ഞു പോയെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞ് പോയതാണ്. ഇപ്പം അതിൻ്റെ നെല്ല് മാത്രം ഇവിടെ കിടപ്പുണ്ട്, പൊടിച്ച് കിടക്കുന്നുണ്ട്. ഈ സൈഡിലെ നെല്ല് ഇതുണ്ട്, പൊടിച്ച് കിടക്കുന്നുണ്ടോ? നെല്ല് പൊടിച്ച് കിടക്കുന്നുണ്ട്. ഇത് മേളയുടെ ഇതായിരുന്നാണ്. ഇതാണ് കനകക്കുന്ന്. ഇപ്പം ആൾക്കാരൊന്നും ഇല്ല, സമയമായി വരുന്നുള്ളൂ. നമ്മളിതിപ്പോൾ സമയം എത്രയായി? ഒരു 10 മണി ആയിക്കാണോ? 10:30 ആയിക്കാണോ? 10:30 ടൈം 10:30 ആയിട്ടുണ്ട്. അപൂർവം ആൾക്കാരേ ഉള്ളൂ ഇതിനകത്ത്. ഇവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാരുള്ളത് നല്ല വെയിലുള്ള സമയത്തൊക്കെയാണ് കൂടുതൽ ആൾക്കാർ ഇതിനകത്ത് സ്പെൻഡ് ചെയ്യുന്നത്. വൈകിട്ട് സമയങ്ങളിലും പിന്നെ പകലും സ്കൂൾ പിള്ളേരൊക്കെ കട്ട് ചെയ്ത് ഇതിനകത്ത് വരും, കോളേജ് പിള്ളേർ കട്ട് ചെയ്ത് ഇതിനകത്ത് വരും. അങ്ങനെയുള്ള ഇതൊക്കെ ഉണ്ട് ഇതിനകത്ത്. എവിടെയൊക്കെ നോക്കുമ്പോൾ അറിയാൻ പറ്റും.
അവിടെ ഈ മരത്തിൽ നിന്ന് നേരെ ചെന്ന് നല്ല ഇവിടെ താഴെ ഈ ആല് കിടത്തിരിക്കുന്ന പോലെയാണ് സംഭവം അത് പോയിരിക്കുന്നത്. ആലിൻ്റെ ഇറങ്ങിയിരിക്കുന്നത് അതല്ലേ. ആ മരത്തിൽ നിന്ന് ഇതിലേക്ക് വേണ്ട താഴെ കാണിച്ചു അവിടെ ഈ ആലിൻ്റെ മരം ഇതൊരു ആൽമരം പോലെ എന്തോ സംഭവമാണ് സംഭവം. അത് എന്താണെന്നുള്ള ഏത് മരമാണെന്നുള്ള അറിയില്ല. ഇതാണ് സംഭവം. അതിനകത്ത് ഞങ്ങൾ കനകുന്ന് കൊട്ടാരം അപ്പോൾ കയറി പോകുന്ന എൻട്രൻസ് ആണ് കേട്ടോ. ഇവിടെ ഇപ്പം ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പണികൾ എന്തൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്തോട്ട് നടന്ന് പോകാം. വണ്ടികളൊക്കെ പാർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. വണ്ടിയൊക്കെ താഴെ ഇട്ടാണ്. നേരത്തെ വണ്ടി ഇതിനകത്തോട്ട് കയറി വരുമായിരുന്നു. ഇപ്പം ചെറുതും വലുതും എല്ലാം ആക്കി. പിന്നെ അത് രണ്ട് ഈ കാണുന്ന ചന്ദനമരമാണ്. അല്ല വേറെ ഏതാണ്ട് അല്ലേ? ചന്ദനമല്ലല്ലോ. അല്ലല്ല ഇത് വേറെ ഏതാണ്ട. ഇത് ചന്ദനമരമല്ല. ഇത് പൂ വേപ്പല്ല. അത് എന്തോ ഒരു പൂ മഞ്ഞപ്പൂ വരുന്ന സ്ഥലം. പിന്നെ ഇവിടെ മുളകളും പിന്നെ ആല് ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ. ഇതെന്തോ സംഭവം നടക്കുന്നുണ്ട്. ഗാനമേള അങ്ങനെയൊക്കെയുള്ളത് വേണ്ട. ഇതിനകത്ത് സാധനം ചെയ്തു വരുന്നുണ്ട്. നല്ലതായിട്ട് നിൽക്കുക. കുറേ ലൈമൊക്കെ അടിച്ച് നേരെ പതിയെ ഇങ്ങോട്ട് കയറി. അപ്പം കനകുന്ന് കൊട്ടാരത്തിൻ്റെ സൈഡിൽ കൂടിയൊക്കെ ഉള്ള കാഴ്ചകളാണ് ഈ കാണുന്നത്. ഇത് ഇവിടെ ഒരു 4 പട്ടികൾ കിടക്കുന്നുണ്ട് പല നിറങ്ങളിൽ. കുട്ടികളല്ലേ രസമുണ്ട്. എന്തിനാ സ്ഥലമാണ്. നമുക്ക് ഇതിലെ ഇങ്ങനെ കറങ്ങി ഇങ്ങനെ പോയിട്ട് വന്ന അപ്പുറത്തൂടെ കയറിയ ഇനിയിപ്പോൾ അല്ലെങ്കിൽ അവിടെ കൂടി കയറാം. നമ്മൾ വന്നത് വേണ്ട അവിടെ കൂടിയാണ് നമ്മൾ അത്. എന്നിട്ട് അപ്പുറത്തെ സൈഡിൽ കൂടി നമ്മൾ കറങ്ങി വരികയാണ്. ഇതൊക്കെ നല്ല സെറ്റാക്കി കടപ്പാക്കല്ലെല്ലാം പതിച്ച് ഇൻ്റർലോക്കൊക്കെ ഇട്ട് സെറ്റാക്കി നീറ്റാക്കിയിട്ട് എല്ലാം പുതുക്കിയിട്ടുണ്ട്. കുറേ നല്ല റോഡുകളൊക്കെ വഴികൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു പോകേണ്ട ഭാഗങ്ങളെല്ലാം പുതുക്കി എല്ലാം വൃത്തിയാക്കിയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഈ സർക്കാർ കയറിയ ശേഷം നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല സെറ്റ് ചെയ്തിട്ടുണ്ട്. ചെറിയ പുല്ലൊക്കെ വെച്ച് നല്ല വെട്ടിവിട്ടിരിക്കുകയാണ്. അവിടെ ക്ലിയറാക്കി. അവിടെ ഒരു ആമ്പൽക്കുളമുണ്ട്. അതുകൊണ്ട് ആ സൈഡിൽ വേണ്ട അവിടെ ആമ്പൽക്കുളമുണ്ട്. ഒരു ചെറിയൊരു ആമ്പൽക്കുളം. എവിടെയൊക്കെ ഈ
ഈ ചെടിയുടെ പേരെന്താണ് അറിയാമോ? അറിയില്ല. ഇതൊക്കെ കുറെ വീടാൾക്കാർ വീട്ടിൽ കാണുന്നു. മരം ചെയ്യാൻ പേര് നമ്മൾ ഒരുപാട് നട്ടിട്ടുണ്ട്. അതിൻ്റെ പല വെറൈറ്റി കളറുകളുണ്ടായിരുന്നു പൂക്കൾ. അതുപോലെ ചെറിയൊരു കുളം പോലെ ചെയ്തിരിക്കുകയാണ്. അമ്പലക്കുളം, താമരക്കുളമാണ്. ഒരു താമരക്കുളം നിൽക്കുന്നുണ്ട്. താമരക്കുളം സെറ്റാണ്. ഫ്ലവർ ഷോ കഴിഞ്ഞെന്ന് തോന്നുന്നു അല്ലേ? കഴിഞ്ഞതുണ്ട്. സൈഡിലെ കാഴ്ചകളാണ്. ഇവിടെയും ഒരു 4 എണ്ണം കിടപ്പുണ്ട്. അപ്പുറത്ത് അതേപോലെ ജവന്മാർ ഇവിടെ കിടപ്പുണ്ട്. അതായത് 4 ജവന്മാര് നിരന്ന് കിടക്കുന്നുണ്ട്. രാത്രിയെല്ലാം ഓടി തളർന്നുണ്ടോ കിടക്കുക അല്ലേ? അതാണ് കിടക്കുന്നു. നമ്മൾ നേരത്തെ താഴെക്കൂടി കണ്ട വ്യൂ ആണ്. അത് നമ്മൾ നേരത്തെ താഴെക്കൂടി നമ്മൾ അതിലെ കൂടി ഇങ്ങനെ പോയി ആ സ്ഥലത്തൂടെ. അപ്പോൾ നമ്മൾ മോളിൽ നിന്നാണ് ഈ വീഡിയോ എടുക്കുന്നത്. ഇവിടെയൊക്കെ വേണ്ട ഈ കടലാസ് ചെടി എന്ന് പറയുന്നുണ്ട് ഈ സാധനം. ഇന്നത്തെ വീഡിയോയിൽ ഇത് 9 മണിയാകുമ്പോൾ ഇതിനകത്ത് കാണും. അരളിച്ചെടിയൊക്കെ ഇഷ്ടംപോലെ വേണ്ട. ആ സൈഡിലൊക്കെ ഇപ്പോൾ ഉണ്ട് ഇഷ്ടംപോലെ. പിന്നെ ഈ ഒരു മരത്തിൽ കുറേ കായൊക്കെ നിൽപ്പുണ്ട്. ഇത് കായാണെന്നുള്ളതൊന്നും അറിഞ്ഞിട്ട് വേണ്ട. ഈ സൈഡിൽ കണ്ട ചുവട് മുതൽ മണ്ട വരെയും കായ അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ തെങ്ങുകൾ, പനകൾ, അങ്ങനെയുള്ള സാധനങ്ങൾ. പിന്നെ തെറ്റി. ഇപ്പോൾ നല്ല കനവൊക്കെ ഒന്ന് നല്ല സൂപ്പറാക്കിയിട്ടുണ്ട്. സൂപ്പറാക്കിയിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കടപ്പ കലവയം പാകി 2 സൈഡും മതിൽ പോലെ കെട്ടി എല്ലാം നല്ല സെറ്റാക്കി നിർത്തിയിട്ടുണ്ട്. പണ്ടത്തെ കനകക്കൊന്നല്ല ഇപ്പം. പണ്ടത്തെ കനകക്കൊന്നിനെക്കാളും നല്ല വെറൈറ്റി ആക്കി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്നതൊക്കെ നേരത്തെ നമ്മൾ വന്ന വഴികളാണ്. ഈ താഴെ കൂടി കാണുന്നത്. ഇനി നമുക്ക് തിരിച്ച് തന്നെ അങ്ങോട്ട് തന്നെ ഈ സൈഡിൽ കൂടി കറങ്ങി വരാം. അത് നമ്മൾ വന്ന വഴി. ഇതിനകത്ത് ഈ മാവിൽ മാങ്ങയില്ല. മാവാണോ അത്? മാവല്ല. പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ മാവിനെപ്പോഴാണ്. മാവാണെന്ന് തോന്നിട്ട് ഇത് ആ മാവ് തന്നെയാണ്. മാവ് തന്നെയാണ്. അതെ, പടന്ന് പന്തളിച്ചിരിക്കുകയാണ് മാവ്. അപ്പോൾ നമുക്കിനി അമ്മ ഇവിടെ തന്നെ നിൽക്കുകയായിരുന്നു. വേണ്ട ദോഹിക്കുന്നത് അവിടെ നടന്നു വന്നുകൊണ്ടിരിക്കുക. നമുക്ക് അങ്ങോട്ട് തന്നെ പോവാം. ഈ ഒരു മണ്ഡപം പോലെയാണ് ഇത് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെ ഒരു ഇല്ലേ സ്ട്രക്ചറല്ല, ഒരു രസമുണ്ട് കാണാൻ. നല്ല നോർത്ത് ഇന്ത്യയിൽ കാണുന്ന പോലെ കാണാൻ നല്ല ഭംഗിയുണ്ട്. പിന്നെ നമ്മുടെ കൂടെ വന്ന ഒരാൾ ഇവിടെ വരുന്നുണ്ട്. എവിടെ പോന്നു? അങ്ങനെ അപ്പോൾ നമ്മൾ ഈ സൈഡിലുള്ള വീഡിയോകളൊക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് അപ്പം നമ്മൾ ഈ കാണാത്ത ഭാഗങ്ങൾ കണ്ട് വീണ്ടും നമ്മൾ കാണിക്കാൻ പോവുകയാണ്. ഇതുവഴി നേരെ അങ്ങോട്ട് നമ്മൾ നേരത്തെ പോയ വഴി അങ്ങോട്ട് പോകാൻ പോകുന്നു. പനകളും ചെമ്പകം. ഈ അടുത്ത സൈഡിൽ ചെമ്പകമാണ്. ഇതുണ്ട്, ഈ കാണുന്നത് ചെമ്പകമാണ്. വെള്ളച്ചെമ്പകമുണ്ട്, ചുവപ്പ് ചെമ്പകമുണ്ട്. അങ്ങനെ പല വെറൈറ്റി ചെമ്പകങ്ങളുണ്ട്. പിന്നെ വാഗ ഇട്ട് പൂക്കാൻ വേണ്ടിയിട്ടാണ് കായ പൂത്തിട്ട് കായ ആയതാണ്. കായല്ല, അതെല്ലാം കരിഞ്ഞിരിക്കണം. അതുകൊണ്ട് അല്ലല്ല, അത് പൂ. അതെ, പൂ മഞ്ചാടിയാണത്. മഞ്ചാടിയാണെന്നാണ് തോന്നുന്നത്. എനിക്ക് അറിഞ്ഞൂടാ സംഭവം എന്തായാലും. അതെന്താണ്? കല്ലുവാഴയാണത്. എന്തോ നല്ല രസമുണ്ട് കാണാൻ. എന്തോ വാഴ പ്രത്യേകത ഒന്നും കിട്ടില്ല. കല്ലുവാഴ പോലെ കല്ലുവാഴയല്ല അല്ലേ? എന്തു വാഴയാണോ ആദ്യമായിട്ട് കാണാൻ ജീവിതത്തിൽ? പന പോലെ കല്ലുവാഴയാണോ എന്താണെന്നുള്ള എന്ത് തരം വാഴ? കല്ലുവാഴയാണോ അറിയാവുന്ന ഒരു കമന്റ് ചെയ്യേ. എന്താണ്
മനോഹരമായ കാഴ്ചകളാണ്. ഇഷ്ടംപോലെ പലകൾ അവർക്ക് നടത്തുമ്പം ഭയങ്കരമായിട്ട് ഈ ഭാഗങ്ങളെല്ലാം ലൈറ്റുകളായിരിക്കും, ഭയങ്കര അലങ്കരിച്ചേ പല കളറിൽ അലങ്കാര ചെടികളും ഇതൊക്കെ ആയിട്ട് ഫ്ലവറുകളും ഇതെല്ലാം വെച്ച് നല്ല കാണാൻ നല്ല ഭംഗിയായിരിക്കും. ചില സമയങ്ങളിൽ നമ്മൾ ഇവിടുത്തെ ഉത്സവമൊക്കെ നടക്കുന്ന സമയങ്ങളിൽ നല്ല സെൻട്രലായി അത് കാണാം. മാവ് ചാഞ്ഞിരിക്കുന്ന കണ്ട അല്ലേ? നമുക്ക് അടുത്ത് അങ്ങോട്ട് പോകും. നമ്മൾ നേരത്തെ വന്ന് ഇവിടെ നമ്മൾ വന്നല്ലോ, കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് ഇവിടെ ചില നേരം വിശ്രമിച്ചിട്ട് പോവാം. നമ്മൾ കുറച്ച് നേരം ഇവിടെ ഇരിക്കാൻ പോവാണ്. ഇരുന്ന് കുറച്ച് കഴിഞ്ഞിട്ട് ഇനി നമ്മൾ കുറച്ച് കാണിക്കാത്ത ഭാഗങ്ങളുണ്ട്, ആ ഭാഗങ്ങളൊക്കെ നമുക്ക് എല്ലാം കൂടി കണ്ടിട്ട് നമുക്ക് താഴോട്ട് പോവാം. അപ്പം ഇവിടുത്തെ കാഴ്ചകൾ ഇത്രയൊക്കെ ഉള്ളൂ. ഈ കാണുന്ന ഇതൊക്കെ തന്നെയാണ് ഇവിടുത്തെ മെയിനായിട്ടുള്ള ഇവിടെ വേറെ ഒന്നും പറയാത്തക്ക ഒന്നും തന്നെ ഇല്ല. ആൾക്കാരൊക്കെ ഇന്ന് കുറവാണ്. നമ്മൾ നേരത്തെ ഒരു 10 വരെയായപ്പോൾ നമ്മൾ ഇതിനകത്തോട്ട് കയറുകയാണ്. ആൾക്കാർ ഇനി വരുള്ളൂ. പിള്ളേരൊക്കെ ഇനി പല സ്ഥലങ്ങളിൽ നിന്നും വരാറുണ്ട്, കോളേജിൽ നിന്നും സ്കൂളിൽ നിന്നൊക്കെ കട്ട് ചെയ്ത് ഇപ്പം കുറേ പിള്ളേർ ഇതിനകത്തുണ്ട്. അല്ലാതെയുള്ള ആൾക്കാരും ഉണ്ട്, സമയം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി ഇവിടെ വന്നിരിക്കുന്നതാണ്. അപ്പം ഇത് കഴിഞ്ഞ് നമ്മൾ ഇവിടെ വന്ന വീഡിയോ എല്ലാവരിലേക്കും എത്തിക്കുക, കൂടുതൽ സപ്പോർട്ട് നമുക്ക് തരിക. നമ്മൾ അടുത്ത വീഡിയോ ഇടുമ്പോൾ നമുക്ക് കൂടുതൽ ഒരു ഊർജ്ജം നമുക്കിനി അടുത്ത വീഡിയോകളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് തന്നെ നിങ്ങളുടെ ഊർജ്ജമാണ് നമുക്ക് അടുത്ത വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും നമുക്ക് കൂടുതലായിട്ട് ഉപകരിക്കുന്നുള്ളൂ, അല്ലേ? അതെ, നമുക്കൊരു ഊർജ്ജം വരുള്ളൂ, ഊർജ്ജം വരുള്ളൂ വീഡിയോ എടുക്കാനൊക്കെ. ഓടി നമ്മൾ നിങ്ങൾ കാണുന്നുണ്ടെന്ന് തോന്നുമ്പോൾ നമുക്കും കൂടുതൽ സന്തോഷമാകും. അതെ, നിങ്ങളുടെ കൂടുതൽ സപ്പോർട്ട് കൊണ്ടാണ് നമ്മൾ ഇവിടം വരെ എത്തിയത്. അപ്പോൾ ഇനിയും നമുക്ക് ഇതേപോലെ നിങ്ങളെപ്പോലെയുള്ള എല്ലാവരുടെയും സപ്പോർട്ട് നമുക്ക് കൂടുതലായിട്ട് വേണം. ഇനി നമ്മൾ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് സഞ്ചരിക്കും. അപ്പോൾ എല്ലാവർക്കും നമ്മളിനി അടുത്ത് താഴോട്ട് പോയിട്ട് അതിൻ്റെ ബാക്കി കൂടി കണ്ടിട്ട് നമുക്ക് തിരിച്ചു പ്ലാവാണ്, കൂഴപ്ലാവാണ് നടക്കുന്നത്. നിറച്ചും ചാക്ക ഇവിടെയും കിടക്കുക. വേണ്ട, ഈ പണ്ടത്തെ പേരമരമാണ് ഇതൊക്കെ. ഇതിൻ്റെ പേരയ്ക്കാൾ നമുക്ക് പൊട്ടുപേരയ്ക്ക പോലത്തെ അങ്ങനെ എന്തോ സംഭവമൊക്കെയാണ് തോന്നുന്നത്. ഇതുണ്ട പാമരത്തിൽ നിന്ന് ശരിക്കും പൂക്കൾ കമ്മുയിൽ നിറച്ച് ഇതുണ്ട. ഈ കമ്മുയിൽ പാക്കിരിക്കുന്ന പോലെ, അടക്കൊക്കെ ഇരിക്കുന്ന പോലെ, അല്ലേ? അതെ, എന്തിനു കൊള്ളാമെന്ന് അറിയില്ല. അപ്പോൾ നമ്മൾ മുകളിൽ നിന്ന് ഇറങ്ങി നമ്മൾ വന്ന ഭാഗത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് താഴോട്ട്. നേരത്തെ വന്ന ഗേറ്റിൻ്റെ അവിടെ നമ്മൾ എത്തിയതാണ്. ഇപ്പുറത്തെ ഇതാണ് തിരുവനന്തപുരം വെള്ളയമ്പലം പോകുന്ന റോഡ്, ബസ് പോകുന്നത്. നേരെ വലത്തോട്ട് പോയി കഴിഞ്ഞാൽ കിഴക്കേക്കോട്ട അങ്ങോട്ട് പോകുന്ന റോഡാണ്. അപ്പോൾ നമ്മൾ തിരിച്ചിറങ്ങി പോവുകയാണ്. കനകക്കുന്ന് കൊട്ടാരത്തിലെ കാഴ്ചകളെല്ലാം ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബേഴ്സും ചെയ്യുക, കൂടുതൽ സപ്പോർട്ട് ചെയ്യുക. വീണ്ടും വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് നമുക്ക് തോന്നത്തുള്ളൂ. അതിൻ്റെ ഒരു ഊർജ്ജം വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ, നമുക്ക് ഇതുവരെ നിങ്ങൾ സപ്പോർട്ട് ചെയ്ത എല്ലാവരുടെയും സഹായം കൊണ്ട് നമ്മൾ ഇവിടം വരെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ സഹായം പൂർണ്ണമായിട്ടും ഞങ്ങളുടെ കൂടെ ഉണ്ടാകണം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ കാഴ്ച കൈനീട്ടം നമ്മുടെയാണല്ലോ. കൈനീട്ടം നമ്മുടെയാ. നമ്മൾ വാങ്ങിച്ച് കഴിയുമ്പോൾ